നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ കോഴികളുടെ ഡെലിവറിയുടെ ഒരു വിഷയം, മറ്റൊന്ന് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന തീറ്റയുടെ ഒരു വിഷയവുമാണ്. അതിൽ രണ്ടാമത്തേതിൽ നമ്മൾ ചെറിയൊരു സമ്മാന പദ്ധതിയുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പരിപൂർണമായിട്ടും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച, അതായത് നമ്മൾ 21-ാം തീയതി, മെയ് 21-ാം തീയതി നമ്മൾ കോഴികളുടെ ഡെലിവറി ആയിട്ട് കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം, പത്തനാപുരം, പത്തനംതിട്ട, അതുപോലെ കിഴക്കൻ മേഖല, കോട്ടയം തുടങ്ങിയ മേഖലയിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് ഏകദേശം ഒരു 300 കോഴികളുടെ ഓർഡർ കൂടി കിട്ടാനുണ്ട്. അപ്പോൾ 300 കോഴികൾ കൂടി നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട്, ഓർഡർ ഫില്ലാകാനുണ്ട്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഞങ്ങൾ വരുന്ന ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഞങ്ങൾ വരുന്ന ആ ഏരിയയിൽ എവിടെയെങ്കിലും ആണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ ഹൈവേയിൽ വന്ന് കളക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ല 270 മുട്ടകൾ വരെ കിട്ടുന്ന കോഴികളാണ്. എല്ലാ വാക്സിനേഷനും കഴിഞ്ഞ നല്ല ഇൻഡുബ്രോൺ നാടൻ ക്രോസ് ബ്രീഡാണ്. നല്ല കോഴികളാണ്. നമുക്ക് എന്ത് തീറ്റയും കൊടുത്ത് വളർത്താം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്താം എന്നൊരു അഡ്വാൻറ്റേജാണ് ആ കോഴികൾക്കുള്ളത്. എല്ലാ വാക്സിനേഷനും കഴിഞ്ഞ കോഴികളാണ്. 100% എൻ്റെ ഗ്യാരണ്ടി തീർച്ചയായിട്ടും ഇതിനുണ്ടാകും. ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് സംശയം ദൂരീകരണത്തിനും ഞാൻ തയ്യാറുമാണ്. അപ്പോൾ താല്പര്യമുള്ള, അതായത് കൊല്ലം, കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ പത്തനംതിട്ട, പത്തനാപുരം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, തെക്കൻ ഏരിയയിലുള്ള എല്ലാ ഏരിയയിലും നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കൊട്ടാരക്കര തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ കോഴികൾ ഇതാണ്. നമ്മുടെ ഏകദേശം 75 ദിവസം പ്രായമായ കോഴികളാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 5-5.5 മാസം കൊണ്ട് നമുക്ക് മുട്ടയിടയിൽ തുടങ്ങും. എല്ലാ വാക്സിനേഷനും കഴിഞ്ഞ കോഴികളാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, ഈ കോഴികളെ ആവശ്യമുള്ളവർ ദയവേത് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വളരെ നല്ല ആരോഗ്യമുള്ള കോഴികളാണ്, മൾട്ടി കളർ കോഴികളാണ്. അപ്പോൾ ഈ കോഴികളാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അടുത്ത ബാച്ച് നമ്മൾ ചിലപ്പോൾ ചിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ബാച്ച്, ഈ കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ കോഴികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ കോഴികളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ പുതിയൊരു തീറ്റ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറക്കുന്നത് കോഴികൾക്കുള്ള ലെയർ മാഷ് ആണ്. മുട്ടക്കോഴികൾക്കുള്ള തീറ്റയാണ് നമ്മളിപ്പോൾ ഇറക്കുന്നത്. നമുക്കിപ്പോൾ മുട്ടക്കോഴികളുടെ ഒരു തീറ്റ നിലവാരം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറിന് 2200 മുകളിൽ വിലയാണ്. അതുപോലെ തന്നെ ഗ്രോവറിന് 2650 രൂപ ഇന്നത്തെ വിലയാണ്. അതുപോലെ തന്നെ ലെയർ മാഷിന് 1550 രൂപ ഇന്നത്തെ വിലയാണ്. അപ്പോൾ ഇത്രയും വില, നമ്മൾ വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പുതുതായിട്ടൊരു തീറ്റ ഏറ്റവും പെർഫെക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള, അത് പെല്ലറ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മാഷ് രൂപത്തിൽ, പൊടി രൂപത്തിലുള്ള തീറ്റയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്ന അടുത്ത മാസം ഏകദേശം പകുതിയോടുകൂടി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സെറ്റപ്പുകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ നമ്മൾ വാൻ ഡെലിവറി അല്ലെങ്കിൽ റോഡ് മാർഗം ഡെലിവറി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസി രൂപത്തിലുള്ള ഒരു ഡെലിവറി രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ തരുന്നതനുസരിച്ച് നമ്മൾ 1 ടണ്ണോ 2 ടണ്ണോ ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഓരോ ഏരിയയിലേക്കും, ഇപ്പം വടക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും കിഴക്കോട്ടും ഒക്കെ വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ ആഴ്ചയും നമുക്ക് ഡെലിവറി ചെയ്യാനും കഴിയും. ഇതിൻ്റെ വില ഏകദേശം നമുക്കൊരു 1250 രൂപയ്ക്ക് താഴെ മാത്രമേ വരൂ. 1250 എന്ന് പറയുന്നത് ഞാൻ അല്പം കയറ്റിയിട്ട് പറഞ്ഞതാണ്. നമ്മൾ അത് അത്ര മാത്രമേ വരൂ. 1250 രൂപയ്ക്ക് താഴെ നമുക്കിതിൻ്റെ വില വരും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വിലയാണ് വരിക. അത് നമുക്ക് തീറ്റയുടെ വില കുറയുന്നതനുസരിച്ച് നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ വിലയും കുറയാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും ഈ ഒരു തീറ്റയിൽ ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കൊമേഴ്സ്യൽ ഫീഡിൽ, അത് ഗോദ്രേജ്, HKM തുടങ്ങിയ കമ്പനികൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് സോയ ആണെങ്കിലും ചോളമാണെങ്കിലും മറ്റുള്ള സാധനങ്ങളെല്ലാം, അതിൻ്റെ മരുന്നുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റായിട്ടും നമുക്ക് BV380 പോലെയുള്ള എല്ലാ ഹൈബ്രിഡ് കോഴികൾക്കും നാടൻ കോഴികൾക്കും എല്ലാം ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം, നിങ്ങൾക്ക് സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ തീറ്റയുടെ പേരും നിർദ്ദേശിക്കുന്ന ആൾക്ക് 1000 രൂപ സമ്മാനമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഒരു ഏറ്റവും നല്ല പേരുകൾ നിങ്ങൾ നിർദ്ദേശിക്കാൻ ശ്രമിക്കുക. അതൊരു കമൻറ്റായിട്ട്, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഏറ്റവും നല്ല പേരിന്, ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ആ ഒരു പേരിൻ്റെ ഉടമയ്ക്ക് തീർച്ചയായിട്ടും 1000 രൂപ നമ്മൾ ഇത് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. ഗൂഗിൾ പേയോ മറ്റേതെങ്കിലും രീതിയിൽ അത്
നിങ്ങൾ അവർക്ക് സമ്മാനമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു നല്ല ഒരു ഫീഡിന് നല്ലൊരു പേര് നിർദ്ദേശിക്കുക. നമുക്ക് അടുത്ത മാസം അത് ലോഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു പരിപൂർണമായിട്ടും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോഴിയുടെ കാര്യം മറക്കരുത്. ആർക്കെങ്കിലും കോഴി ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു പേര് കണ്ടുപിടിച്ച് ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു പേരിന് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സമ്മാനം നൽകുന്നതാണ്. ഒരു നല്ലൊരു പേര് നെയിം അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. നല്ല ഒരു പേര് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇല്ലാത്ത എന്നാൽ നമുക്ക് ആളുകളുടെ വായിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പേരായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. എല്ലാവരും പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.